നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ മികച്ച മുന്നേറ്റമുണ്ടായെങ്കിലും യുദ്ധ സാഹചര്യം ഇസ്രായേലിന് അനുകൂലമല്ലെന്ന് റിപ്പോർട്ടുകൾ. ഇറാൻ ഉപയോഗിക്കുന്ന ചെറുകിട മിസൈലുകൾക്കെതിരെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന അതീവ പ്രഹരശേഷിയുള്ള ഇന്റർസെപ്റ്റർ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആക്രമണ തീവ്രതയിൽ ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സമാന രീതിയിൽ തുടർന്നാൽ ഇസ്രായേൽ മിക്കവാറും US സഹായം തേടേണ്ടി വരുമെന്നാണ് നിഗമനം. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. ഇനിയും ഇത്തരത്തിൽ 2000-ലധികം മിസൈലുകൾ ഇറാന്റെ ശേഖരത്തിലുണ്ടെന്നാണ് നിഗമനം. ഇറാൻ തുറത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും തകർക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ ആരോ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ചില രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തെന്നും ഇറാൻ വ്യോമപരിധി കൈക്കലാക്കിയെന്നായിരുന്നു ഇസ്രായേലിന്റെ വാദം. ഇറാൻ മിസൈലുകൾ ഇപ്പോൾ കേടുപാടുകളില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതുകൂടാതെ വലിയൊരു ശതമാനം മിസൈലുകളും ഇറാൻ ഭൂഗർഭ രഹസ്യ കേന്ദ്രങ്ങളിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.